അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല സ്വഭാവം നമുക്ക് ഉണ്ടാവണം. അതിലേക്ക് ഒരു ചീത്ത വർഗ്ഗകാലോ ആ പറയുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. എന്താ പറഞ്ഞത് നോക്കുക നമ്മള്, അത് പറയാൻ പാടില്ല. അങ്ങനെയുണ്ട് ചില ചൊന്നികൾക്ക്. നമ്മളത് പോയി നോക്കുക, എന്താ പറയുന്നത് നോക്കുക. എന്താ പറയുന്നത് നീ നോക്കിയിട്ട് എന്താ കാര്യം? ഗൈബത്ത് പറയുന്നവനും കേൾക്കുന്നവനും അതിന് സഹായിക്കുന്നവനും മുഴുവനും വടിവെഴുത്തവൻ ആണ്. അതോ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാലോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. യുദ്ധത്തിന്റെ ബാബ് എടുത്തു നോക്ക്. ഫത്ഹുൽ മുഈൻ അടക്കം. ഫത്ഹുൽ മുഈൻ ഫിഖ്ഹിന്റെ കിതാബാണ്. ആ ഫിഖ്ഹിന്റെ കിതാബിൽ പിന്നെന്താ യുദ്ധത്തിന്റെ ബാബ് പറഞ്ഞത്? അത് അഖീദയാണല്ലോ. അത് പറയാൻ കാരണം ഫിഖ്ഹിന്റെ കിതാബ് കർമ്മശാസ്ത്രത്തിന്റെ കിതാബാണ്. എങ്കിലും അതിൽ പോലും യുദ്ധത്തിന്റെ ബാബ് പറയുന്നത് മനുഷ്യൻ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറിച്ചു പോകാതിരിക്കാനാണ്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആലിമിനെ ചീത്ത പറഞ്ഞാൽ, ഒരു മുതഅല്ലിമിനെ ചീത്ത പറഞ്ഞാൽ, ആലിമിന്റെ മേൽ കള്ളത്തരം വെച്ച് കെട്ടി പറഞ്ഞാൽ, മുതഅല്ലിമീങ്ങളെ പരിഹസിച്ചാൽ ഇസ്ലാം മതത്തിൽ നിന്ന് തെറിച്ചു പോകുമെന്ന് മുഴുവൻ കിതാബുകളിലും നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചു, ഏറ്റവും മനുഷ്യനെ കൊന്നു കളയുന്ന വിഷം നഞ്ഞ് അത് ആലിമീങ്ങളെ മാംസമാണ്. ആലിമീങ്ങളെ കുറ്റം പറയലാണ്, ആലിമീങ്ങളെ ചീത്ത പറയലാണ്. അതുകൊണ്ട് ഒരിക്കലും അത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് പോകാൻ പാടില്ല, അത് കേൾക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കാൻ പാടില്ല, അതിന് സൗകര്യം ചെയ്യാൻ പാടില്ല, സഹായം ചെയ്തു കൊടുക്കാൻ പാടില്ല. ആരായാലും, ഏത് പ്രസ്ഥാനക്കാരനായാലും, ഏത് കക്ഷിയായിരുന്നാലും ജനങ്ങളെ പരിഹസിക്കുന്ന, ചീത്ത പറയുന്ന ഒരാൾ പറഞ്ഞു മതസ്ഥരെ ചീത്ത പറയാൻ പാടുണ്ടോ? മുസ്ലിം ഒരു ഹിന്ദുവിനെ ചീത്ത പറയാൻ പാടുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികളെ ചീത്ത പറയാൻ പാടുണ്ടോ? ഇല്ല. ഏത് വ്യക്തിയെയും ചീത്ത പറയാൻ പാടില്ല. എന്ന് മാത്രമല്ല, മറ്റ് മതസ്ഥർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെപ്പോലും ചീത്ത പറയാൻ പാടില്ല, തെറി പറയാൻ പാടില്ല. നമ്മുടെ വിശ്വാസം ഇലാഹി വിശ്വാസമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ഏക ഇലാഹിലെ വിശ്വാസമാണെന്ന് പഠിപ്പിക്കുക. അല്ലാത്തതൊക്കെ തെറ്റാണെന്ന് ജനങ്ങൾക്ക് പഠിപ്പിക്കുകയല്ലാതെ അള്ളാഹു അല്ലാത്ത മറ്റ് സാധനങ്ങൾക്ക് പലരും ആരാധിക്കുന്നുണ്ട്. ആ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. അതുകൊണ്ട് ചീത്ത വാക്കുകളെ കൊണ്ട്, തെറിയഭിലാഷങ്ങളെ കൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാതിരിക്കൽ ഇത് നമ്മുടെ ആദർശമാണ്. നമ്മുടെ ആദർശം ഇതാ: വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സഹായിക്കുക, വയസ്സന്മാരെ ബഹുമാനിക്കുക, ആലിമീങ്ങളെ ബഹുമാനിക്കുക, മുതഅല്ലിമീങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക. അത് നമ്മുടെ ആദർശമാണ്.